ഫഹാദാ ഹുവ മീഖാതുഹു എന്ന് കണ്ട ഫഹാദാ ഹുവ മീഖാതുഹു. അത് ഷെർവാനി ഫഹാദാ മീഖാതുഹു എന്നായിപ്പോയി. ഒന്ന് തിരുത്തൽ കണ്ടിട്ടില്ല. വഇല്ലം യുഹാദി ശയ്യൻ മിനൽ മവാഖീതി അഹ്റമ അലാ മർഹലത്തൈനി മിൻ മക്ക. അതിൻ്റെ മുമ്പ് കണ്ടോ ഫഹാദാ ഹുവ മീഖാതുഹു. അത് ഷെർവാനിയിൽ ഫഹാദാ മീഖാതുഹു എന്നായിപ്പോയി. അതൊന്ന് ബയാൻ ചെയ്യുന്നത്. വൽ ഹാസിലു ടോട്ടൽ പറഞ്ഞാൽ അന്നൽ ഇബ്റത അവലം ബിൽ ഖുർബിലൈഹി. മീഖാത്തിലേക്കുള്ള ഖുർബ പരിഗണിക്കേണ്ടത്. ഒന്നിലധികം മീഖാത്ത് കിട്ടുമ്പോൾ പരിഗണിക്കേണ്ടത് എന്താണ്? മീഖാത്തിലേക്കുള്ള ഖുർബ്. പിന്നെ രണ്ടാമത് പരിഗണിക്കേണ്ടത് സുമ്മ ബിൽ ബുഅദി മിൻ മക്ക. മക്കയിൽ നിന്നുള്ള അകലം കിട്ടൽ. ഒരാൾക്ക് തന്നെ രണ്ട് മീഖാത്ത് മുമ്പിൽ പെടുമ്പോൾ എന്താ വേണ്ടത്? എന്താ വേണ്ടി? ആ പിന്നെ രണ്ടാം നമ്പറായിട്ട് എന്താ പരിഗണിക്കല്? സുമ്മ ബിൽ മുഹാദാത്തി അഫ്ളൽ. മൂന്നാമതോ ആദ്യം കിട്ടുന്ന മഹാദാത്ത്. ഇതൊന്നും ഇല്ലെങ്കിലോ രണ്ടും കൂടിയുള്ള മഹാദാത്ത് പരിഗണിക്കണം. രണ്ടും കൂടിയുള്ള ജംഗ്ഷൻ മയ്യത്ത്, അതിൻ്റെ മഹാദാത്ത് കൊടുക്കണം, ഇതിൻ്റെ മഹാദാത്ത് ആകണം. ആ രൂപത്തിൽ രണ്ട് മഹാദാത്ത് കലർത്തിച്ച് പറഞ്ഞ മനസ്സിലായ? ഒരു മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് എന്തില്ല? മീഖാത്തില്ല. പിന്നെ എന്താ ഉള്ളത്? ഒന്നിലധികം മഹാദാത്ത് കിട്ടുന്നു. എന്നാൽ മീഖാത്തിലേക്ക് മഹാദാത്തിൽ നിന്നാൽ ഖുർബ് ഏത് മഹാദാത്തിലേക്കാണ്? ഏത് മീഖാത്തിലേക്കാണ്? മഹാദാത്ത്. ഒറിജിനൽ മീഖാത്ത് എങ്ങനെ കിട്ടൂല? ഇവന്റെ ശരീരം ഖുർബാകുന്നത് ഏത് മീഖാത്തിലേക്കാണ്? എങ്ങനെ മീഖാത്തിലേക്കും പോവില്ല. തുല്യമാണ് എന്ന് വെച്ചാൽ ഇനി എന്ത് നോക്കണം? ഏത് മീഖാത്തിൽ നിന്നാണ് മക്കയിലേക്ക് അകലം. പിന്നെ മൂന്നാമത് നോക്കേണ്ടത് ഇവന്റെ റണ്ണിങ്ങിൽ ആദ്യം കിട്ടിയത് ഏത് മഹാദാത്താണ്? ആദ്യം കിട്ടിയത് കൊള്ളോ. നാലാമത് നോക്കേണ്ടത് ഇതൊന്നും ആകുന്നില്ലെങ്കിൽ രണ്ടിനെയും ഇവിടെ മഹാദാത്ത് കലർത്തിയിട്ട് എന്താക്കണം എന്നെല്ലാം നമ്മൾ പറഞ്ഞു വെച്ചതാണ്. എന്നിട്ടാണ് പറയുന്നത് വൈലം യുഹാദി ശയ്യൻ മിനൽ മവാഖീതി. ഒരു മീഖാത്തും തന്നെ കിട്ടാൻ തരമില്ലെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ അഹ്റമ അലാ മർഹലത്തൈനി മിൻ മക്ക. അഹ്റമ അലാ മർഹലത്തൈനി മിൻ മക്ക. അത്ര തന്നെ കൃത്യമെന്നാ? അല്ല ഇതിൽ കുറയാൻ പാടില്ല എന്ന് കെട്ടുമ്പോ. കെട്ടുന്ന സ്ഥലത്തുനിന്ന് മക്കയിലേക്ക് രണ്ട് മർഹലയും ചുരുങ്ങാൻ പാടില്ല. അല്ലാണ്ട് രണ്ട് മർഹല കറക്റ്റായി നിന്നിട്ട് കെട്ടണമെന്നാ? പിന്നെ നേരത്തെ കെട്ടിക്കൂടെ? ഈ അഹ്റമ അലാ മർഹലത്തൈനി മിൻ മക്ക എന്ന് പറഞ്ഞാൽ എന്താ മുറാദ്? ആ എങ്ങനെയായാലും കെട്ടിക്കഴിഞ്ഞാൽ മക്കയിലേക്ക് എത്ര കെട്ടിക്കൊള്ളണം? എന്നഹു എന്താ രണ്ട് മർഹല ഒപ്പിക്കാൻ കാരണം? ലാ മീഖാത ദൂനഹുമാ. അല്ലാഹു തആല നിശ്ചയിച്ച ഒരു മീഖാത്തും തന്നെ രണ്ട് മർഹലയിൽ താഴെ ഉണ്ടോ? ഇല്ല. ഏത് മീഖാത്തായാലും ആ മീഖാത്തിൽ നിന്ന് മക്കയിലേക്ക് എത്ര കിട്ടുന്നുണ്ട്? ഇത്രയും പറഞ്ഞത് കൊണ്ട് നീങ്ങിപ്പോയി. മാക്കിയില്ല. പറയപ്പെട്ടതായ ഒന്ന് എന്താ പറയപ്പെട്ടത്? ഒരു ലഹള നടക്കുന്നുണ്ട് ഇവിടെ. രണ്ട് മർഹല അളക്കേണ്ടത് ഹറമ മുതലാന്ന് പോലും. ഇനി ഏത് മുതലല്ല? ആ ഹറമ മുതൽ എന്നാകുമ്പോ എന്താ? മക്കയിലേക്ക് പിന്നെയും ദൂരം കൂടും. ഇവൻ കെട്ടുന്ന സ്ഥലത്ത് നിന്ന് ഹറമിലേക്ക് തന്നെ എന്ത് വേണം പോലും? ആ മക്കയിലേക്ക് രണ്ട് മർഹല എല്ലാം പോലും. എന്ത് ഖിയാസുമായി എത്തി വരാനിരിക്കുന്നതിൽ നിന്ന് കിട്ടുന്നത് 151 നിന്ന് 151 ഒരു മസല പറഞ്ഞിട്ടുണ്ട്.
ആരുടെ കാര്യത്തിൽ? അതെ, നാട്ടുകാർക്ക്, ഹറമിന്റെ നാട്ടുകാർക്ക് എന്ത് വേണ്ട? ദമ്മ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നാട്ടുകാരായി അംഗീകരിക്കുന്ന എങ്ങനെയാ? അവിടെ സമർത്ഥിച്ചത് എന്താ? അന്നൽ മസാഫത്ത മിൻഹു, ഹറം മുതൽക്കാണ്, അല്ലാതല്ല മിമ്മക്ക. അവിടെ തെളിയിച്ചത് അങ്ങനെയല്ല. 151 പേജിൽ ആ പിന്നെ അത് മുതൽക്കല്ല. എങ്കിൽ അയ്യക്കൂന ഹുനാക്കദാലിക്ക, ഇവിടെയും അതേ അളവല്ലേ വരേണ്ടത്. എന്താവും? അപ്പൊ ദൂരം കൂടിയും ചെയ്യും. മക്കയിലേക്കുള്ള 2 മറുകലിയും ഹറമിലേക്കുള്ള 2 മറുകലിയും ഒരുപോലെ അല്ലല്ല. ഹറമിൽ കടന്നിട്ട് കുറേ പോയിട്ടല്ലേ മക്ക വരുന്നത്. അപ്പൊ കുറേ കൂടണം പോലും. കാരണം അവിടെ അങ്ങനെയാണ് പറഞ്ഞത്. നാട്ടുകാർക്ക് എന്തില്ല? അതുമില്ല. നാട്ടുകാർ എന്ന് പറഞ്ഞാൽ 2 മറുകലക്ക് താഴെയുള്ളവർ. എവിടെ നിന്ന് 2 മറുകല? ആ, അവിടെ ഹറമിൽ നിന്ന് പറയാൻ കാരണമുണ്ട്. കുറെ അധികം നാട്ടുകാർ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. മക്കയിൽ നിന്ന് 2 മറുകലക്ക് താഴെ എന്ന് പറയുമ്പോൾ അധികം ആളും അങ്ങനെ ഉണ്ടാവില്ല. കുറേ ആള് ദമ്മ് കൊടുക്കാൻ ഉത്തരവാദിയാവും. അവിടെ അങ്ങനെ പരിഗണിച്ചിട്ടാണ് മക്ക മുതലല്ല അളക്കേണ്ടത്. പിന്നെ എന്ന് ഇവിടെ എങ്ങനെ തന്നെയാണ്. ആ, പിന്നെ കെട്ടിപ്പറയുന്ന എന്താ അർത്ഥം? ബബജീന്തിഫായി, മാതം പൊളിഞ്ഞു എന്ന് പറയാൻ കാരണം അന്നല്ലേ എഹ്റാമിനൽ മർഹലത്തൈനി ഹുന, 2 മർഹല ബാക്കി നിർത്തിക്കൊണ്ട് ഏറാൻ കെട്ടൽ ബദൽ. ആ 2 മർഹല എന്നത് ബദലാണ്. അക്രമ മീഖാത്തിൻ ഇലാ മക്ക, ഇവിടത്തേക്കുള്ള ദൂരം കൊണ്ട്. മക്കയിലേക്കുള്ള ഏത് മീഖാത്ത് നോക്കിയാലും ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ്? അതിനൊപ്പിച്ചുകൊണ്ടല്ലേ നമ്മൾ ഇവിടുന്ന് കെട്ടുന്നത്. അക്രമ മീഖാത്തിൻ ഇലൈഹ അലാ മർഹലത്തൈനി മിൻഹ, അല്ലാതെ ലാ മിനൽ ഹറമി. ഫഅ്തുബിറത്തിൽ മസാഫത്തു മിൻ മക്ക ലാ മിനൽ ഹറമി എന്നർത്ഥം. ലിദാലിക, ഈ നിഗമനം അനുസരിച്ച് എന്താണോ അല്ലെങ്കിൽ വിഡിത്താവൂലേ? അപ്പൊ ഇവിടെ എങ്ങനെയല്ല ഒരു നിലക്കും അല്ലേ അല്ല അല്ലേ അല്ല തെറപ്പിച്ചു പറയും. മീഖാത്ത് തയ്യാറാണ്. ഈ ജിഹാത്തി മക്ക, മക്കയുടെ 6 ഭാഗങ്ങളിലും മീഖാത്തുണ്ട് പോലും. മുമ്പില്, പിറകില്, ഇടത്ത്, വലത്ത്, മീതെ, താഴെ എന്തുണ്ട്? പിന്നെ എങ്ങനെ മീഖാത്ത് കിട്ടാണ്ടിരിക്കൽ? മുഹാദാത്ത് കിട്ടാതെ എങ്ങനെ? ഒരു മീഖാത്തും തന്നെ മുഹാദാത്തായി കിട്ടിയില്ല എന്ന് പറഞ്ഞത് കളവല്ലേ? ഫയംബഗി അന്നൽ മുറാദ, അപ്പം മുഹാദാത്ത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അദമുൽ മുഹാദാത്തി ഫീ ദന്നിഹി, അല്ലാതെ ദൂന നഫ്സിൽ അംരി, നഫ്സുൽ അംറിലുണ്ട് പക്ഷെ ഇവന് കണ്ടെത്തുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത് എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെയാണ് പോലും മുറാദ്. എങ്ങനെ? ആ, ഇവന് പരിധിയാ കിട്ടുന്നില്ല, അങ്ങനെയാന്ന് പോലും അർത്ഥം. ഹഖീഖത്തിലല്ല പോലും എന്ന് പറഞ്ഞുകൂടെ? മുഖിനി അങ്ങനെ വാദിച്ചിട്ടുണ്ട്. ഫയംബഗി അന്നൽ മുറാദ അദമുൽ മുഹാദാത്തി ഫീ ദന്നി എന്നാണ് പോലും മുറാദ്. എന്തല്ല? പക്ഷേ അങ്ങനെയൊന്നല്ല മുറാദ്. തീരെ മീഖാത്ത് മുഹാദാത്ത് പോലും കിട്ടാത്തവരും ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇങ്ങനെ കൂലും ഇത്തസവറും നഫ്സുൽ അംറിൽ പോലും മീഖാത്ത് കിട്ടാതെ വരുന്നുണ്ട്. ബിൽജായി വരുന്നവർക്ക് ബിൽജായി എന്ന് പറഞ്ഞാൽ ബിൽജായി ഫിൽ ബഹ്റ മുറാദ് പോലും നിഹായ പറഞ്ഞിട്ടുണ്ട്. നിഹായ വ്യക്തമാക്കുന്ന ബിൽജായി എന്ന് പറഞ്ഞാൽ ബഹറിലൂടെ വരുന്ന ജായിയാന്നിടെ. ഏത് രാജ്യത്തിൽ നിന്ന്? മീൻ സവാക്കിൻ എന്ന് പറഞ്ഞാൽ വലതും മശൂർ, അറിയപ്പെട്ടൊരു നാടാണ്. അല്ല സാഹിലി ബഹരിൽ ജാരി കുർബ ഐദാബിൻ്റെ അടുത്തുള്ള അവിടെ കപ്പലുകളെല്ലാം ഉണ്ടാകുന്നുണ്ട്, കരക്കടയിലുണ്ട്. അവർ ജിദ്ദയിൽ നിന്ന് കയറി വരുന്നത് സവാക്കിനിൽ ബഹർ എന്നാണ് നാട്ടിൻ്റെ പേര്. നിഹായ പറയുകയും ചെയ്ത് ബഹറിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് യുദ്ധസംഭവം നിഹായിലുണ്ട്. സവാക്കിൻ എന്ന് പറഞ്ഞാൽ ഷാക്കിനിൻ്റെ സവാക്കിനല്ല, വലതും മശൂറുൻ അറിയപ്പെട്ടെ. ഈ നാട്ടിൻ്റെ പേര് സവാക്കിനുൽ ബഹർ
വയലിൽ കൂടി വരുമ്പോൾ ആ രാജ്യം കിട്ടുക ഐദാബിന്റെ അടുത്താണ്. അവർക്കെന്താ ഇലാ ജിദ്ദ, കടലിൽ കൂടി സവാക്കിനിൽ നിന്ന് എടുത്തേക്ക് പുറപ്പെട്ടു ജിദ്ദയിലേക്ക്. മിൻ ഗൈരി യമുറ ബിറാബഗി, അവർക്ക് എന്ത് കിട്ടുന്നില്ല? റാബഗുണ്ട, യലംലമുണ്ടോ? ഇല്ല. എല്ലാം വെട്ടിച്ചുകൊണ്ട് പുതിയ റോഡിൽ വെള്ളത്തിലെ ഓടുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തില്ല? എന്തേ? റാബകും കിട്ടൂല, യലംലവും കിട്ടൂല. എന്തേ? അവരുടെ മുമ്പിലായിട്ടാ വെർത്ത്, അവരുടെ കുറേ മുമ്പിലാണ് ഏത് കിടക്കുന്നത്. അവർക്ക് അങ്ങോട്ട് പോണ്ടേയില്ല. റാബകെത്തുന്നതിന് മുമ്പും യലംലം ടച്ച് ചെയ്യുന്നതിന് മുമ്പും എന്ത് കിട്ടിക്കഴിഞ്ഞു? ജിദ്ദ കിട്ടി. ഫയസിലു ജിദ്ദത്ത, അവർ ജിദ്ദയിലെത്തും. കബലമാഹീമ ഏത് ഫോക്കസ് ചെയ്തില്ല? റാബകും വയ്യാലാമറേലത്തിന് മക്ക, വയ്യാലാമറേലത്തിന് മക്ക പത്തക്കൂനു ഹിയ മീഖാത്തഹു. കേട്ടാ, അങ്ങനെ വരുന്നുണ്ട്. ഇനി മൊമൻ മസ്കനുഹു, അവന്റെ താമസ സ്ഥലം ബൈന മക്ക വൽ മീഖാത്തി. ഒറ്റന്റെ താമസ സ്ഥലം എവിടെയാണ് എന്ന് പറഞ്ഞാൽ വേക്കോട്ട് പോയാൽ മീഖാത്ത് കിട്ടും, മുമ്പോട്ട് പോയാൽ അന്നെന്താ വണ്ടി? എന്താ വണ്ടി പറഞ്ഞ് മനസ്സിലാക്കണം. മക്കന്റെയും മീഖാത്തിന്റെയും ഇടയിലാണ് മസ്കൻ. മീഖാത്താകുമ്പം വേക്കോട്ട് പോണം, മുന്നോട്ട് പോയാൽ മക്കത്തെത്തിപ്പോവും. ഇപ്പൊ മീഖാത്തു മസ്കനുഹു, അവന്റെ മീഖാത്ത് തന്നെ. എന്തേ? എന്തേ? ഈ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ പഠിപ്പിച്ചു. ഫി ഹദീസിൽ മവാഖീത്തി 37-ാം പേജിൽ മീഖാത്ത് പഠിപ്പിച്ച ഹദീസിൽ 37-ൽ എന്ത്? വമൻ കാന ദൂന ദാലിക ഫമിൻ ഹൈസു അൻശഅ. ഇതൊന്നും കൃത്യമായി കിട്ടുന്നില്ല എങ്കിൽ അത് തേടിയിട്ട് പോകണ്ട. പിന്നെ ആ മവാഖീത്തിന്റെ ഹദീസിന്റെ ബാക്കിയാണ് പറയുന്നത്. ദൂനദാലിക്കാന്ന് എന്ത്? ഫമിൻ ഹൈസു അൻശഅ ഹത്താ അഹ്ലു മക്ക മിൻ മക്ക എന്നുണ്ടല്ലോ നേരത്തെ പറഞ്ഞ ഹദീസില് 37-ല് ഉണ്ട്. ഫലോ ജാവല മസ്കനഹു, ഒറ്റം വിട്ടുകടന്നു തന്റെ താമസ സ്ഥലത്തെ. ഇലാജിയത്തി മക്ക, കേൾക്കണം, അവന്റെ മസ്കനിൽ നിന്ന് കെട്ടിക്കൊള്ളണം. കാല് കുത്താൻ പറ്റൂല. കാരണം ബേക്കോട്ട് പോണ്ടെന്നാ ഞാൻ പറഞ്ഞത്. മുന്നോട്ട് പോകാൻ പറ്റോ? അപ്പൊ എന്ത് വേണം? കൊട്ടേഴ്സിൽ നിന്നും തന്നെ എന്തായിക്കൊള്ളണം. ഇറങ്ങുന്നതിന് മുമ്പ് കെട്ടണം. പിറകോട്ട് പോയാൽ മീഖാത്ത് കിട്ടൂ, അതിന്റെ ആവശ്യമില്ല. മുന്നോട്ട് ഒരു ഇഞ്ചെങ്കിലും നീങ്ങിപ്പോയില്ലെങ്കിലോ? അപ്പോ എവിടുന്നാ കെട്ടണ്ടി? പരന്റെ ഉള്ളിൽ നിന്ന് തന്നെ കെട്ടണം. നീ എന്നെ ഹെറമ, അവൻ നേറാൻ കെട്ടിയത് മഹലിൽ തുക്സർ ഫീഹി സല, ജമ്മും കസർ ആരംഭിക്കാൻ പറ്റുന്ന പോയിന്റിൽ നിന്ന് കുറച്ചപ്പുറത്തെത്തിയിട്ട് സൂർ വിട്ട് കിടന്ന ശേഷം അവൻ പുറപ്പെടുന്ന നാട്ടിൽ നിന്നല്ല. പൊരന്റെ അകത്തുനിന്ന് തന്നെ കെട്ടണമെന്നൊന്നുമില്ല, കൊലായിൽ നിന്ന് കെട്ടണമെന്നില്ല, ഗേറ്റിന്റെ ഉള്ളിൽ നിന്ന് കെട്ടണമെന്നൊന്നല്ല. പിന്നെ അവൻ കെട്ടിയത് എവിടുന്ന? എപ്പുറത്തുനിന്ന്. ഈ നാട്ടുകാർക്ക് ജമ്മും കസറും ആരംഭിക്കേണ്ടുന്ന പോയിന്റ് എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നാല് അവൻ തെറ്റ് ചെയ്തവനായി വലസിമഹൂദവൻ. മീഖാത്ത് തെറ്റിച്ച വകയിൽ എന്ത് വേണം? നളീറ മാമറ 37-ൽ പറഞ്ഞതനുസരിച്ച് 37-ൽ പറഞ്ഞിട്ടുണ്ടല്ല. മീഖാത്ത് തെറ്റിച്ചാൽ എന്ത് വേണം? നളീറ മാമറ 37-ൽ മീഖാത്ത് വ്യാപിക്കാൻ പാടില്ല എന്നുണ്ടല്ലോ. അതാണ് പറഞ്ഞ മനസ്സിലായ? എത്രത്തോളം ഇവൻ വലിയ മീഖാത്തിന്റെ ഉടമയൊന്നുമല്ല ഇത്. ഇവൻ നാട്ടിൽ നിന്ന് കെട്ടിയാലും എന്ത് കിട്ടൂല? 2 മറല കിട്ടൂല മക്കയിൽ നിന്ന് അല്ലെങ്കിൽ അറബിലേക്ക്. അപ്പൊ ഇവനിക്കെല്ലാം കണക്കന്നെയല്ലേ? ഏത് പ്രദേശവും കണക്കല്ലേ?
ഇവൻ നാട്ടിൽ നിന്ന് തന്നെ കെട്ടിയാലും ഇപ്പം എന്ത് ആവൂല, മക്കയിലേക്ക് 2 മറയിലേ ആകോ, ഹറമിലേക്ക് 2 മറയിലേ ആകോ? ഇല്ല. എന്നാലും ഇവൻ തെറ്റ് ചെയ്ത് കള്ളനായി, മീഖാത്ത് തെറ്റിച്ചവനായി. കാരണം എന്ന ഹാദാ ദമു ഇസാത്തി, ഇതെന്തിനുള്ളതാ? മീഖാത്ത് തെറ്റിച്ച വകയിലുള്ള മക്കയിലേക്ക് അടുത്ത നാട്ടുകാരനാണ് അല്ലെങ്കിൽ മക്കയിൽ നിന്ന് ദൂരെ നാട്ടുകാരനാണ് എന്ന വീക്ഷണം ഉണ്ടാ? അങ്ങനെ വീക്ഷണത്തിൽ ദമ് കൊടുക്കുന്നുണ്ട്. തമത്വന്റെ ദമ്, അതുപോലെ ഖിറാഖാനിന്റെ ദമ് നാട്ടുകാർക്ക് വേണ്ടാന്ന് ഇത് പരിഗണിച്ചിട്ടായത് മീഖാത്ത് ലംഘിച്ചു എന്നുള്ള മാത്രം. അവിടെ അടുത്ത നാട്ടുകാരും ദൂരെ നാട്ടുകാരും വ്യത്യാസം ഉണ്ടോ? എന്നാലോ മതി മതി എന്നാലായല്ലോ, അതാർക്കും പറ്റുമല്ല. ദമില്ല, ഇവൻ ഇടുന്ന് കെട്ടി പോയതുകൊണ്ട് തിരിഞ്ഞില്ലേ? രണ്ട് മീഖാത്തിന്റെ ഇടയിലാണ് അവന്റെ താമസസ്ഥലം. നേരെ മുന്നോട്ട് പോയ ആടെ മീഖാത്ത് കിട്ടും, നേരെ ബാക്ക് എടുത്താൽ അടുത്ത് മീഖാത്ത് കിട്ടും. എന്നാലോ എന്താ വേണ്ടി? ബദറുകാരെ പോലെ, സഫ്രാഗുകാരെ പോലെ. സഫ്രാഗ് അതെല്ലാം നാടാണ്, അവിടെ പോയാലെല്ലാം കാണും. സഫ്രാഗ് വാദി കസീറിന്റെ ഖിലാൽ, ഈത്തപ്പഴം അധികരിച്ച നാട്, കൃഷി അധികം കണ്ട, ഖൈർ അധികരിച്ചതാണ്. എല്ലാ ഹാജിമാർക്കും കാണാൻ പറ്റുന്നതാണ്. അവരെന്താ വേണ്ടി? ഒന്ന് മുന്നോട്ടെടുത്താൽ ഒരു മീഖാത്ത് കിട്ടും, ഒന്ന് പിറകോട്ടെടുത്താലോ നേരത്തെ പോലെയല്ല. ഒന്ന് മുന്നോട്ടെടുത്താൽ മക്ക, ബേക്കോട്ടെടുത്താൽ മീഖാത്ത്. അതല്ല ഇത്. മുന്നോട്ടെടുത്താൽ ഒറിജിനൽ മീഖാത്ത് ഉണ്ട്, ബേക്കോട്ടെടുത്താൽ അഹ്ലുൽ ബദർ അഹ്ലുൽ സഫ്രായിനെ പോലെ. അവരെ പറ്റി ഉണ്ട് കലാമുൻ മുഹിമുൻ, പ്രധാന ചർച്ചയുണ്ട്. ദക്കർതുഹു ഫിൽ ഹാശിയ, അതെന്തിൽ പറഞ്ഞിട്ടുണ്ട്? ഹാശിയത്തുൽ ഈലാഹിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്ന അവർക്ക് എന്ത് മതി? ജുഹഫ മതി. എന്ത് വേണ്ട? വേണ്ട, ജുഹഫ തന്നെ മതി. വബിഹി, അവരുടെ മീഖാത്ത് ജുഹഫയാണ് എന്ന് പറഞ്ഞതോടുകൂടി എന്താ ഫീമാക്കിയില്ല, പിറുവിറുത്തത് പോയി. പിറുവിറെ ബദർ മീഖാത്തുൽ അഹ്ലിഹാ, ബദർ എന്നത് മീഖാത്തുൽ അഹ്ലിഹാ. ബദറിന്റെ ഉടമക്കാർക്ക് ബദർ തന്നെ വേണ്ടേ? ഫകൈഫ അഖറൽ മിസ്രിയൂന, ഈജിപ്തുകാർ പിന്തിച്ചത് എങ്ങനെയാണ്? ഇഹ്റാമഹും, അവരുടെ ഇഹ്റാമിനെ അൻഹു, ബദറിനെ തൊട്ട് പിന്തിക്കാൻ പറ്റുമോ? എല്ലാം പോയി ഈ മറുപടിയോട് കൂടി. അങ്ങനെ ചോദിക്കാനോ പറയാനോ